മാലിന്യ കൂമ്പാരമായി മറ്റൊരു വിളപ്പിൽശാല ആകാനൊരുങ്ങി തിരുവനന്തപുരം ഭീമാപ്പള്ളി പ്രദേശം. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ 3 വർഷത്തിലധികമായി മാലിന്യ നിക്ഷേപം പതിവെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നിരവധി സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന മേഖലയിൽ പകർച്ചവ്യാധികളും രൂക്ഷമാണ്. ജനം എക്സ്ക്ലൂസീവ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളിക്ക് സമീപമുള്ള പ്രദേശത്ത് മാലിന്യ നിക്ഷേപം തുടർക്കഥയാകുന്നത്. പ്രദേശവാസികൾ നിരന്തരം പ്രതിഷേധമറിയിച്ചിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. അറവുശാലയിലെ മാലിന്യം മുതൽ വീടുകളിലെ ഭക്ഷണ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. CCTV ക്യാമറകൾ ഇല്ലാത്തതും രാത്രിയുടെ മറവിൽ കാര്യമായ പരിശോധന ഈ മേഖലയിൽ ഇല്ലാത്തതും മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നവർക്ക് തുണയായിട്ടുണ്ട്. ഇതോടെ ശുദ്ധവായു ശ്വസിക്കാൻ പോലും ആകാതെ ദുരിതത്തിലായത് നൂറുകണക്കിന് പ്രദേശവാസികളാണ്. പലയിടത്തുനിന്ന് പല ഭാഗത്ത് നിന്ന് 2-3-5 കിലോമീറ്റർ ഉള്ളിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ തട്ടും. പറയുമ്പോൾ നമ്മളെ ആൾക്കാർ ദേഷ്യപ്പെടുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ അതായത് ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ അസുഖം വന്നിട്ട് ഒരാഴ്ച തൈക്കാട് ആശുപത്രി കിടന്നു. നിരവധി സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് കുമിഞ്ഞുകൂടുന്നത്. മാലിന്യ നിക്ഷേപം തുടർക്കഥയായതോടെ പ്രദേശത്ത് ഭക്ഷണം കഴിക്കാനോ വീടുകളിൽ താമസിക്കാനോ കഴിയാത്ത സാഹചര്യവും. നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ കടയിൽ ഞാൻ തുറന്നിട്ടില്ല. സ്മെല്ല്, വേസ്റ്റുകൾ, കംപ്ലീറ്റ് ആഹാര സാധനം മൊത്തം കൊണ്ട് ഇവിടെ മറിക്കുകയാണ്. ഏക്കർ കണക്കിന് വരുന്ന ആകാശവാണി നിലയത്തിന്റെ ഭൂമിയിലാണ് പുറത്തുനിന്നെത്തുന്നവർ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്. വാഹനങ്ങളിലെത്തിയും അല്ലാതെയും കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളുന്നത്. രാത്രി ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കോർപ്പറേഷൻ അതിനുവേണ്ടി ഒരു സജ്ജീകരണങ്ങളും ചെയ്യുന്നില്ല. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വേസ്റ്റ് തന്നെ ഇവിടെ കിടന്നാൽ വേസ്റ്റ് എടുക്കാനും അവരുദ്ദേശിക്കുന്നില്ല. എല്ലപ്പോഴും ഒരു മാസത്തിലൊന്ന് ഇവിടെ നിന്ന് അടിച്ചു വാരിയിട്ട് അതും കൊണ്ട് അവർ കോർപ്പറേഷനിലുള്ള ജോലിക്കാർ തന്നെ ഇവിടെ തള്ളും. അതാണ് ഇവിടുത്തെ അവസ്ഥ. മറ്റൊരു വിളപ്പിൽശാലയാകുമോ എന്ന ആശങ്ക ഇവിടുത്തുകാർക്കുണ്ട്. ഇത് ഹൈവേ റോഡിലെല്ലാം എടുത്തിറങ്ങ ഇവിടെ ഇരിക്കുന്ന എത്രയോ കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാം കൊച്ചു കൊച്ചു കുട്ടികളാണ്. ഇവർക്കെല്ലാം അസുഖം പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ഇടുന്നവർ പോകും, നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. അല്ല, ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം എല്ലാം പറഞ്ഞ് ഇവിടെ വഴക്ക് വരാൻ നടന്നു, തമ്മിൽ വഴക്ക് വരാൻ നടന്നു. പറയുമ്പോൾ എല്ലാം പറയുന്നത് നിന്റെ അച്ഛൻ്റെ മുതലിടാ, നിന്റെ അമ്മയുടെ മുതലിടാ, പിന്നെ എന്തിനാ. കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു നഴ്സറി സ്കൂളും തൊട്ട് സമീപത്ത് പ്രവർത്തിക്കുകയാണ്. കൊതുകുജന്യ രോഗങ്ങളടക്കം ഇവിടെ പടർന്നു പിടിക്കുന്നത് ആശങ്കയിരട്ടിയാക്കുന്നു. ആമയിഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ മുങ്ങി ജോയി എന്ന വ്യക്തി മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. തലസ്ഥാന നഗരം മാലിന്യമുക്തമാക്കുമെന്നുള്ളതാണ് മേയറുടെയും സർക്കാരിന്റെയും അവകാശവാദം. അവർക്ക് മുൻപിലേക്കാണ് ഭീമാപ്പള്ളിയിലെ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത്. മറ്റൊരു വിളപ്പിൽശാലയാക്കാൻ തയ്യാറെടുക്കുകയാണ് ഭീമാപ്പള്ളിയിലെ ഈ പ്രദേശം. ഇനിയെങ്കിലും ഇതിന് പരിഹാരം കണ്ടേ മതിയാകൂ. ക്യാമറാമാൻ വിജയൻ സായിക്കൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.